ഞാനൊരൊറ്റ ചരിത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ആരംഭ പൂവായ മുത്തൊളി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നിതാ ഈ സദസ്സിലേക്ക് സ്വർഗാവകാശി കടന്നുവരും. സ്വഹാബത്ത് അത്ഭുതത്തോടുകൂടെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്തതാ ഒരാള് കടന്നു വരുന്നു. കയ്യിൽ ചെരുപ്പ് വേന്തിയിട്ട് തന്റെ താടിയിലൂടെ ഉളൂഹിന്റെ വെള്ളം ഇങ്ങനെ ഇറ്റുന്നുണ്ട്. മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വന്നിട്ട് ആ മനുഷ്യനങ്ങ് നിസ്കാരം നിർവഹിക്കുന്നു. നിസ്കാരം നിർവഹിച്ചിട്ട് അയാൾ തിരിച്ചു പോവുകയാണ്. രണ്ടാമത്തെ ദിവസവും ആരംഭ പൂവായ മുത്തൊളി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് തന്നെ ആവർത്തിക്കുന്നു. ആ സമയത്തും അയാൾ കടന്നു വരുന്നു. അള്ളാന്റെ ഹബീബ് പറഞ്ഞ മനുഷ്യനെ ഒരു സ്വഹാബി ഫോളോ ചെയ്യുന്നു. അയാളിലുള്ള അമലൊന്ന് പകർത്താനാണ്, അയാൾ ചെയ്യുന്ന ഇബാദത്തൊന്ന് ചെയ്യാനാണ്, അയാൾ ചെയ്യുന്ന നിസ്കാരം ഒന്ന് നിർവഹിക്കാനാണ്, അയാൾ പറയുന്ന ദിക്റൊന്ന് പറയാനാണ്. ആ സ്വഹാബി ആ മനുഷ്യനോട് ചെന്നിട്ട് ചോദിക്കുകയാണ്, മനുഷ്യ, ഇന്ന് ഞാൻ നിങ്ങളെ വീട്ടിൽ നിൽക്കാം, നാളെയും നിൽക്കാം, ഒരു 3 ദിവസം നിങ്ങളെ വീട്ടിൽ നിൽക്കാനുള്ള അവസരം തരുമോ, അനുവാദം തരുമോ? കാരണം എൻ്റെ ഉപ്പായോട് ഞാൻ തെറ്റിലാണ്, ഞാൻ ചെറിയ പ്രയാസത്തിലാണ്, അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിൽക്കട്ടെ എന്ന് ആ മനുഷ്യനോട് ചോദിക്കുമ്പോൾ ആ മനുഷ്യന് സമ്മതിക്കുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംറുൽ ആസ് തങ്ങൾ നിൽക്കുകയാണ്. അവരുടെ വീട്ടിലങ്ങ് താമസിക്കുകയാണ്. അതാ 3 ദിവസവും നോക്കുകയാണ് അയാളുടെ ഇബാദത്ത്. അയാൾ നിസ്കാരം നിർവഹിക്കുന്നുണ്ടോ, അയാൾ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നുണ്ടോ, അയാൾ നട്ടപ്പാതിരാ സമയത്ത് എണീറ്റിട്ട് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരമുയർത്തിയിട്ട് ദുആ ചെയ്യുന്നുണ്ടോ? പക്ഷേ പുതിയതായ ഇബാദത്തൊന്നും അയാളെടുത്തില്ല. എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെയാണ്. 3 ദിവസം കൂടപ്പറപ്പായി വീട്ടിൽ നിന്നിട്ട് ഉറങ്ങാതെ നോക്കിയപ്പോഴും കാണാൻ കഴിയുന്നില്ല. അവസാനം മസ്ജിദുൻ നബവിയുടെ മുറ്റത്തിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞു പോകുന്ന മനുഷ്യനെ പിടിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ സ്വർഗാവകാശിയാ, നിങ്ങൾ ചെയ്യുന്ന അമലൊന്ന് പറഞ്ഞു തരുമോ, നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തൊന്ന് പറഞ്ഞു തരുമോ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനമൊന്ന് പറഞ്ഞു തരുമോ? അല്ലാഹുവിന്റെ ഹബീബ് ജീവിതത്തിൽ കളവ് പറയാത്ത മനുഷ്യനാണ്. അതുകൊണ്ടൊന്ന് പറയുമോ, നിങ്ങൾ സ്വർഗത്തിലാണ്, നിങ്ങൾ ചെയ്യുന്ന അമലേതാ, നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തേതാ? ആ സമയത്ത് ആ മനുഷ്യന് പറഞ്ഞു കൊടുക്കുന്നു, ഞാൻ നല്ല വലിയ അമലൊന്നും ചെയ്യുന്ന ആളല്ല, ഞാൻ വലിയ സ്വതക്കൊന്നും കൊടുക്കുന്ന ആളല്ല, ഞാൻ ഒരുപാട് ദുആ ചെയ്യുന്ന മനുഷ്യനല്ല. പക്ഷേ എൻ്റെ അടുത്തുള്ള അമലേതാണെന്നറിയുമോ? അല്ലാഹു ഒരാൾക്കൊരു അനുഗ്രഹം കൊടുത്താൽ ഞാൻ അതിൽ അസൂയ വെക്കാത്തവനാ. അല്ലാഹു കൊടുക്കുന്ന നന്മയിൽ ഞാൻ സന്തോഷിക്കുന്നവനാണ്. കൂട്ടുകാരന് വല്ല നന്മകളും വരുമ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമാണ്, എനിക്ക് വല്ലാത്ത തൃപ്തിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ അവകാശിയാവാനുള്ള കാരണം എന്താണെന്നറിയുമോ? അയൽവക്കത്ത് വല്ല നന്മകളും വരുമ്പോ, കൂട്ടുകാരന് വല്ല നന്മകളും വരുമ്പോ, കുടുംബക്കാർക്ക് വല്ല നന്മകളും വരുമ്പോ, അവൻ വലിയ വീടെടുത്തു, അവൻ വലിയ കാറെടുത്തു, അവനക്ക് വലിയ ബിസിനസ് ഒക്കെ മെച്ചപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മളെ കൽബിൽ സങ്കടമാണോ, പ്രയാസമാണോ? നമ്മളുടെ സീറ്റ് നരകമോ, നമുക്ക് സന്തോഷമാണോ? അസൂയ ഒന്നുമില്ലാത്ത മനസ്സാണോ? നമ്മളെ സീറ്റ് സ്വർഗമാണെന്ന് ആരംഭ പൂവായ മുത്തൊളി മുത്തു മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അല്ലാഹു നല്ല മനസ്സിന്റെ ഉടമകളിൽ നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.